എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ എങ്ങനെയൊക്കെയാണ് പത്രങ്ങൾ വാർത്തകൾ കൊടുത്തത് നോക്കാം. ആദ്യം നമുക്ക് മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി കണ്ടില്ലേ, തിരുത്തി വെട്ടി, അതായത് ഗവർണർ തിരുത്തി, ആ തിരുത്തിയതൊക്കെ മുഖ്യമന്ത്രി വെട്ടി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിരുദ്ധ ഭാഗങ്ങൾ തിരുത്തി ഗവർണർ. ആ സ്റ്റോറി വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രാധാന്യം, ശബരിമല സ്വർണ്ണക്കൊള്ള വല വിരിച്ച് ED, വ്യാപക പരിശോധന, 1000-ഓളം രേഖകൾ പിടിച്ചെടുത്തു, പത്മകുമാറിന്റെ വീട്ടിലടക്കം റെയ്ഡ് എന്നുള്ള വിശദമായ വാർത്തയാണ് കൊടുത്തത്. മറ്റൊന്ന്, BJPയെ ഇനി നിതിൻ നയിക്കും, പാർട്ടി വർക്കിംഗ് പ്രസിഡന്റായ നിതിൻ നബീൻ BJP ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റു. ആ വാർത്തയും പടവും നന്നായിട്ട് തന്നെ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ തത്സമയം ലൈസൻസ് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. റേഷൻ വ്യാപാരികളുടെ വേതനം കൂട്ടി, സൈന കളം വിടുന്നു. ഇത്രയും വാർത്തകളാണ് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തത്. ഇനി നമുക്ക് മനോരമയിലും അതേപോലെ തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാണ്. അതായത് നയപ്രഖ്യാപനം ഗവർണർ വായിക്കാതെ വിട്ടത് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു, വെട്ടി, തിരുത്തി. തമിഴ്നാട്ടിൽ ഗവർണറുടെ വാക്കൌട്ട് കൂടി അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഗവർണർ ഒഴിവാക്കിയത് എന്തൊക്കെയാണ്, ഗവർണർ കൂട്ടിച്ചേർത്തത് എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകിച്ച് ബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗവർണർ സ്വന്തം നിലയ്ക്ക് ചേർത്ത പരാമർശം സർക്കാർ ഒഴിവാക്കി. മറ്റൊന്ന്, മാതൃഭൂമി കൊടുത്തതിനേക്കാൾ ഗംഭീരമായിട്ടാണ് BJPയുടെ പുതിയ പ്രസിഡന്റിനെ കുറിച്ചുള്ള വാർത്തയും പടവും കൊടുത്തത്. പുതിയ അമരം, BJPയുടെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ നിതിൻ നബീനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുന്നു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, രാജ്നാഥ് സിംഗ്, അമിത്ഷാ എന്നിവർ സമീപം എന്ന് പറയുന്ന വലിയ ചിത്രം. അതിന്റെ അടിയിൽ പുതിയ ദേശീയ പ്രസിഡന്റായി നിതിൻ നബീൻ ചുമതലയേറ്റു. പിന്നീട് സിറിയയിൽ 130 IS ഭീകരർ തടവ് ചാടിയെന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട്. സിറിയയിൽ 130 IS ഭീകരർ തടവ് ചാടി. കുർദ് സിറിയൻ സേനാ സംഘർഷത്തിനിടെയാണ് ഈ ജയിൽ ചാട്ടം എന്ന് പറയുന്നു. മറ്റൊന്ന്, സെക്കൻഡ് മെയിൻ ആയിട്ട് കൊടുത്തത് ഇഡി തുടങ്ങി എന്നുള്ള ആ രീതിയിൽ നമുക്ക് ഈ തലക്കെട്ട് വായിക്കാം. ഇഡി തുടങ്ങി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള 26 ഇടങ്ങളിൽ റെയ്ഡ്, പ്രതിപ്പട്ടികയിൽ ഇല്ലാത്തവരടക്കം 35 പേർ അന്വേഷണ പരിധി എന്ന് പറഞ്ഞാൽ നേരത്തെ SIT നടത്തിയ അന്വേഷണത്തിന് അപ്പുറത്തേക്ക് ഇഡി നീങ്ങുകയാണ്. റെയ്ഡ് നടന്ന പ്രധാന കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം നന്ദൻകോട്ടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനം, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ പത്മകുമാറിന്റെയും വാസുവിന്റെയും വീടുകൾ, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റ്, കിളിമാനൂരിലെ വീട്, ബന്ധുവിന്റെ വീട്, മറ്റൊരു പ്രതി ഗോവർദ്ധന്റെ കർണാടകയിലെ ബെല്ലാരിയിലുള്ള ജ്വല്ലറി വീട്, സ്വർണം വേർതിരിച്ച ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസ്, ഇവിടെയൊക്കെയാണ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ്. SIT വിട്ടവരെയും ED ചോദ്യം ചെയ്യുമെന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ് എന്ന് പറയുന്നത്. ഇനി കേരള കൗമുദി അതേപോലെ തന്നെ BJPയുടെ പുതിയ അധ്യക്ഷന്റെ വാർത്ത വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. BJP അധ്യക്ഷനായി ചുമതലയേറ്റ നിതിൻ നബീന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധുരം നൽകുന്നു. ആ വാർത്തയാണ് കൊടുത്തത്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, കേരളത്തിൽ വരും BJP എന്നാണ് കേട്ടോ. കേരളത്തിൽ വരും BJP. അറിയാലോ, പ്രധാനമന്ത്രി മറ്റന്നാൾ തിരുവനന്തപുരത്ത് എത്തുകയാണ്. പ്രധാനമന്ത്രി വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ പുതിയ, അതായത് BJPയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരെ അഭിനന്ദിക്കാനാണ്. മാത്രമല്ല പുതിയൊരു കർമ്മ പരിപാടി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കാനുള്ള പുതിയൊരു വികസനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല വമ്പൻ പ്രഖ്യാപനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. മെട്രോ പോലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളും വന്നേക്കാം. ഏതായാലും ഈ പുതിയ BJPയുടെ പുതിയ ദേശീയ പ്രസിഡന്റിന്റെ ആ സ്ഥാനാരോഹണ വേദിയിൽ പ്രധാനമന്ത്രി പറയുകയാണ്, കേരളത്തിൽ വരും BJP. അതൊരു വലിയ സൂചനയാണ്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വരുന്നത് ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാരെ അഭിനന്ദിക്കാനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കാനും എന്നതിലുപരി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു കുതിച്ച് ചാട്ടം എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നത്. കാരണം അറിയാലോ, രണ്ട് മുന്നണികളും വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് കേരളത്തെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതിന്റെ എല്ലാവിധ ഗുണങ്ങളും ലഭിക്കാൻ വേണ്ടി പോകുന്നത് BJPക്കാണ്. അപ്പം BJP നേരത്തെ തന്നെ നമുക്കറിയാലോ, BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഒരു 9 മണ്ഡലങ്ങൾ, രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു 11 മണ്ഡലങ്ങൾ, ഏതാണ്ട് ഒരു 30-40 മണ്ഡലങ്ങളിലാണ് BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു 30-ൽ കൂടുതൽ 30+ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമന്ത്രി പറയുന്നത്, കേരളത്തിൽ BJP തികഞ്ഞ പ്രതീക്ഷയോടെയാണ് മുന്നേറുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് 100ഓളം കൗൺസിലർമാരുണ്ട്.
തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 45 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് ജനങ്ങൾ BJPയിൽ വിശ്വാസം അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ തീർച്ചയായും BJPക്ക് ഒരവസരം നൽകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് മോദി പറയുന്നു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് BJPയുടെ 12ാമത് അധ്യക്ഷനായി ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ ചുമതലയേറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അങ്ങനെയാണ് ആ വാർത്ത വളരെ വിശദമായി കൊടുത്തത്. സ്വർണ്ണവില പവന് 1,09,840 രൂപ കേട്ടോ. 1,09,840 രൂപയായി സ്വർണ്ണവില എന്ന് പറയുന്ന വാർത്ത. മെയിൻ സ്റ്റോറി പിടിമുറുക്കി ED എന്നുള്ളതാണ്. പിടിമുറുക്കി ED, സന്നിധാനത്ത് SIT അറസ്റ്റിലേക്ക് കടക്കാൻ നീക്കം. സ്വർണ്ണപ്പാളികൾ കടത്തിയതിലുൾപ്പെടെ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ ഒത്താശ ലഭിച്ചുവെന്നാണ് EDയുടെ വിലയിരുത്തൽ. പിടിച്ചെടുത്ത രേഖകൾ വിശകലനം ചെയ്ത് പ്രതികളെ ചോദ്യം ചെയ്യും. തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കും. SIT പ്രതികളാക്കിയവരെല്ലാം ED കേസിലും പ്രതികളാണ്. പുതിയ കേസുകൾ 10 പ്രതികൾ. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ 2025 എന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ വർഷം ഏറ്റവും പുതിയ ദേവസ്വം ബോർഡിന്റെ PS പ്രശാന്ത് ബോർഡ് പ്രസിഡന്റായ ആ ബോർഡിനെ വാസവൻ, കടകംപള്ളി മാത്രമല്ല വാസവനും പിടിയിലാകാൻ വേണ്ടി പോകുന്നു എന്നൊരു സൂചന കൂടി ഈ വാർത്തകളിലൊക്കെ ഉണ്ട്. ഗവർണർ വെട്ടി മുഖ്യമന്ത്രി തിരുത്തി എന്നുള്ളത് താഴെയാണ് കേരള കൗമുദി കൊടുത്തത്. നയം തെറ്റി നയപ്രഖ്യാപനം, തമിഴ്നാട് സഭയിലും കൈവിട്ട പോര് എന്ന് പറയുന്നു. മറ്റൊന്ന്, ദേവസ്വം നിയമനങ്ങൾ നിർത്തി പ്രതീക്ഷയേറ്റ് 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ട് TK സുനിൽകുമാറിന്റെ. അപ്പൊ അത്രയുമാണ് കേരള കൗമുദി വാർത്ത. കേരള കൗമുദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അത് സംബന്ധിച്ച് തന്നെ ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു ഇന്റർവ്യൂ കേരള കൗമുദി എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിട്ടുണ്ട്. മുഖപടം മാറ്റിയാൽ ഇടതും വലുതും ഒരുപോലെ, വളരെ കൃത്യമായി ഇടത് വലത് മുന്നണികളെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് NDAയുടെ സാധ്യതകളെ കുറിച്ച് വളരെ വ്യക്തമായി തുഷാർ വെള്ളാപ്പള്ളി സംസാരിക്കുകയാണ്. നമുക്കറിയാലോ, പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് എന്ന രീതിയിലുള്ള ചില നിലപാടുകൾ, കാർക്കശ്യങ്ങൾ ഒക്കെ തുടരുമ്പോഴാണ് മകൻ തുഷാർ വെള്ളാപ്പള്ളി വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ NDAയുടെ ഒരു സാധ്യതകളെ കുറിച്ച് കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA നടത്താൻ പോകുന്ന വലിയ ഒരു മുന്നേറ്റത്തെ കുറിച്ച് ഈ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായി പറയുന്നത് നേതാവിനോട് എന്ന് പറയുന്ന ഒരു പങ്ക്തിയാണിത്. ഇതിൽ TK സുനിൽകുമാറുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് SNDP NSS ഐക്യത്തെ കുറിച്ച് എങ്ങനെ കാണുന്നു, അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. SNDP NSS ഐക്യം, ആ ഐക്യത്തെ എങ്ങനെ കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ തുഷാറിന് മറുപടിയാണ്, കേരളത്തിലെ പ്രബല സമുദായങ്ങളാണ് SNDPയും NSSും. ഇരുവരും അകന്നു നിൽക്കേണ്ടവരല്ല. സംവരണമായിരുന്നു വിയോജിപ്പിന് പ്രധാന കാരണം. ഇപ്പോൾ സാമ്പത്തിക സംവരണത്തിന്റെ ഗുണഭോക്താക്കളാണ് നായർ സമുദായവും. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ഒന്നിച്ചു നിന്ന് വിലപേശാനുള്ള കരുത്ത് നേടിയെടുത്താൽ മാത്രമേ നിലനിൽക്കാനാവൂ. അങ്ങനെ ഒരു ഭൂരിപക്ഷ സമുദായക്കും വളരെ അനിവാര്യമാണ്. അതിൽ വളരെ സന്തുഷ്ടിയും പ്രകടിപ്പിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി. മറ്റൊന്ന്, BDGSനെ BJP അവഗണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പറയുന്നു, ഏത് മുന്നണിയായാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. NDA കേരളത്തിലെ ഭരണകക്ഷിയൊന്നും അല്ലല്ലോ. അധികാരമോ പദവികളോ ലഭിക്കാൻ, അതുകൊണ്ട് തന്നെ അധികാരമോ പദവികളോ ലഭിക്കാനില്ല. കേന്ദ്രത്തിലെ ചില പദവികൾ BDGSന് ലഭിച്ചിട്ടുണ്ട്, ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന ആ രീതിയിലാണ് തുഷാറിന്റെ ഈ നിലപാടുകൾ. മറ്റൊന്ന്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. പറയുന്നു, ഇപ്പോൾ സംസ്ഥാനത്തെ യഥാർത്ഥ പ്രതിപക്ഷം NDA ആണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി. NDA മുഖപടം മാറ്റിയാൽ ഇടതു വലതു മുന്നണികൾ ഒന്നു തന്നെയാണ്. എങ്ങനെയും അധികാരം പിടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതിനായി വോട്ട് ബാങ്കുകളായ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് മാത്രമാണ് അവരുടെ ശ്രദ്ധ. എന്തൊക്കെ പറഞ്ഞാലും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കൽ തന്നെയാണ് UDFന്റെ മാത്രമല്ല LDFന്റെയും ശ്രദ്ധ എന്ന് തുഷാർ വെള്ളാപ്പള്ളി തുറന്നടിക്കുകയാണ്. ബാക്കിയുള്ളിലെ വാർത്തകളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അടുത്ത പത്രം മാധ്യമത്തിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്, നയപ്രഖ്യാപനത്തിൽ ഇടപെട്ട് ഗവർണർ വെട്ടും കുത്തും എന്നാണ് തലക്കെട്ട് കൊടുത്തത്. നയം വ്യക്തമാക്കി മുഖ്യമന്ത്രി. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം ആധികാരിക രേഖയായി അംഗീകരിച്ച് സ്പീക്കറുടെ റൂളിംഗ് എന്ന ഒരു സബ് ഹെഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, കേരളയിലിന് പകരം സെമി ഹൈസ്പീഡ് ട്രെയിൻ. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില കാര്യങ്ങളാണ് പറയുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ വ്യാപക ED റെയ്ഡ്. ആ വാർത്ത അങ്ങനെയാണ് കൊടുത്തത്. ഓപ്പറേഷൻ ഗോൾഡൻ ഷേഡോ. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തുന്നത്. മറ്റൊന്ന്, പാർട്ടിയിൽ സമ്മർദ്ദം, സജി ചെറിയാൻ തിരുത്തണം, വിശ്വാസ്യതയിൽ വിള്ളലുണ്ടാക്കി എന്ന് വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു അഭിപ്രായം, അതായത് സജി ചെറിയാൻ തിരുത്തേണ്ടതാണ്. പക്ഷേ കാരണഭൂതം
തിരുത്തുന്നില്ല. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPM-നുണ്ടായിരുന്ന വിശ്വാസ്യതയെ ബാധിക്കും വിധം കത്തുകയും പുതിയ തലങ്ങളിലേക്ക് പടരുകയും ചെയ്തതോടെ തിരുത്തു വേണമെന്ന വാദം പാർട്ടിയിൽ ശക്തം. സജിയുടെ പ്രതികരണത്തെക്കുറിച്ച് നേർക്കുനേർ പ്രതികരിക്കാൻ വിസമ്മതിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വർഗീയത പറയുന്ന ആരുടെയും നിലപാടിനോട് CPM-ന് യോജിപ്പില്ലെന്നാണ് വ്യക്തമാക്കിയത്. ഇത് മന്ത്രിയെ പിന്തുണയ്ക്കാനോ ന്യായീകരിക്കാനോ പാർട്ടി ഇല്ല എന്ന കൃത്യമായ സൂചനയാണ് നൽകുന്നത്. പരാമർശം നാക്കുപിഴ എന്നതിലുപരി പാർട്ടിയുടെ നയപരമായ പാളിച്ചയായി ചിത്രീകരിക്കപ്പെടുന്നത് CPM-ന് വലിയ രാഷ്ട്രീയ തലവേദനയാണ്. ആ രീതിയിലാണ് ആ വാർത്ത പോകുന്നത്. ഇനി നമുക്ക് ദേശാഭിമാനിയുടെ ഒന്നാം പേജ്. ദേശാഭിമാനി ഇതാ ഇനിയും ഉയരെ എന്ന് പറയുന്നത്. ഇനിയും ഉയരെ, ഉയർന്ന് ഇഞ്ഞാണ്ട് ഉയരാനില്ല. എന്നിട്ടും പറയുന്നു ഇനിയും ഉയരെ, നേട്ടങ്ങൾ അവസരമാക്കാൻ കേരളം. നേട്ടങ്ങളുടെ ഫലം ജനങ്ങൾക്ക്. രാജ്യത്തെ ഏറ്റവും സമാധാനപൂർണമായ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളം. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകയോടെ അർഹമായ വിഹിതം നിഷേധിക്കുന്നു. കേരളം തദ്ദേശ ഭരണത്തിൽ ആരെന്നു നോക്കാതെ അർഹമായ 28% തുകയും നൽകി. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു. തനത് വരുമാനം വർദ്ധിപ്പിച്ചും സമതുലിതമായി വിതരണം ചെയ്തുമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ മെയിൻ സ്റ്റോറിയായി കൊടുത്തത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഗവർണറുടെ തിരുത്തും ഒഴിവാക്കലും ചട്ടവിരുദ്ധ നടപടി നിയമസഭ തള്ളി എന്ന് പറയുന്ന വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. മതരാഷ്ട്രവാദത്തെ വീണ്ടും ന്യായീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത്? അതായത് അവരെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പാർട്ടി തന്നെയാണ്, UDF-നൊപ്പമുള്ള പാർട്ടിയാണ്. ആ രീതിയിൽ വീണ്ടും ജമാഅത്തെ ഇസ്ലാം, പണ്ട് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, തങ്ങൾക്ക് വേണ്ടി ഒരുപാട് വോട്ട് ചെയ്തിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നേരെ വീണ്ടും കൈവിരൽ ചൂണ്ടുകയാണ്. മതരാഷ്ട്രവാദത്തെ വീണ്ടും ശക്തമായി ന്യായീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാനാകില്ല എന്ന് ജമാഅത്തെ സംസ്ഥാന ഷൂറ കൗൺസിൽ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വ്യക്തമാക്കി എന്ന തരത്തിലാണ് വാർത്ത പോകുന്നത്. പിന്നീട് സഭയെ വീണ്ടും അവഹേളിച്ച് തമിഴ്നാട് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന വാർത്തയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഏറ്റവും കൗതുകകരമായി എനിക്ക് തോന്നിയത് തന്ത്രിയെ തൊടാതെ ED പരിശോധന എന്നുള്ളതാണ്. അതായത് ED പരിശോധന നടത്തിയപ്പോൾ തന്ത്രിയെ തൊട്ടില്ല, തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തില്ല എന്ന കാര്യത്തിലാണ് ദേശാഭിമാനിക്ക് ഭയങ്കര ദുഃഖം കേട്ടോ. കാരണം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ നമ്മുടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം CPM-ന്റെ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ചകത്തിട്ടപ്പോഴാണ് ആകെ ആരാണ് സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന പാട്ടിലൂടെ ഈ കൊള്ള നടത്തിയത് മുഴുവൻ CPM-കാരാണ് എന്ന് പറയുന്ന ഒരു നറേഷൻ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ മുതൽ ഇങ്ങനെ പാട്ടുപാടാൻ തുടങ്ങിയപ്പോഴാണ് വളരെ കൃത്യമായി SIT-യെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്താൽ CPM-കാരല്ല കട്ടത്, തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഉദ്യോഗസ്ഥരാണ്, അതല്ലെങ്കിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരാണ് എന്ന തരത്തിലേക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം വളരെ ബോധപൂർവം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് തന്നെ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഏതായാലും ഇപ്പോ ED വന്നപ്പോൾ ED തന്ത്രിയെ എന്ത് ചെയ്യുന്നില്ല, തന്ത്രിയുടെ വീടോ പരിശോധിക്കുന്നില്ല, അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊന്നും ED പരിശോധിക്കുന്നില്ല. അത് വളരെ വ്യക്തമായി ഇതെന്താ പറയാ, ഒരു കേന്ദ്രത്തിന്റെ ഇടപെടലാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ തന്ത്രിയാണ് ശബരിമല കൊള്ള നടത്തിയത് മുഴുവൻ തന്ത്രിയാണ് എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോഴും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത ഇങ്ങനെയാണ്: സ്വർണ്ണ മോഷണ കേസിലെ പ്രതികളുടെ വസതികളിൽ ഉൾപ്പെടെ 21 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായാണ് അന്വേഷണം. SIT പ്രതികളാക്കിയ മുഴുവൻ പേരും ED കേസിലും പ്രതികളാണ്. എന്നിട്ടും കേസിലെ മുഖ്യകണ്ണിയായ, അങ്ങനെയാണ് പറയുന്നത്, കേസിലെ മുഖ്യകണ്ണി തന്ത്രിയാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. കേസിലെ മുഖ്യകണ്ണികൾ CPM-കാരല്ല, ഞങ്ങളുടെ വാസുവണ്ണനല്ല, ഞങ്ങളുടെ പത്മകുമാറണ്ണനല്ല, ഞങ്ങളുടെ കടകംപള്ളി സഖാവല്ല, ആരാണ്? തന്ത്രിയാണ് മുഖ്യകണ്ണി എന്ന് ദേശാഭിമാനി എന്ത് ചെയ്യാണ്, അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. പക്ഷേ ED തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തിയില്ല. അപ്പോൾ SIT പ്രതികളാക്കിയ മുഴുവൻ പേരും ED കേസിലും പ്രതികളാണ്. എന്നിട്ടും കേസിലെ മുഖ്യകണ്ണിയായ തന്ത്രിയെ മാത്രം പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയത് ദുരൂഹമാണ് എന്നാണ് പറയുന്നത്. പിന്നെ ആ വാർത്തകൾ പറയുന്നു, ഉള്ളില് റെയ്ഡ് 21 ഇടത്ത് എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. പിന്നെ ഒന്നാം പേജിൽ തന്നെ ഒഡീഷയിൽ പാസ്റ്ററെ ചാണകം തീറ്റിച്ച് ഹിന്ദുത്വ തീവ്രവാദികൾ പശുക്കടത്ത് ആരോപിച്ച് യുവാവിനെ തീയിട്ടു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തില് ഒരു ഇസ്ലാമിക വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ ഒരു നിലപാട് കൈക്കൊള്ളുമ്പോൾ കൈവിട്ടു പോകുന്ന മുസ്ലിം വോട്ടുകളെ എന്താ പറയാ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 2 തവണയിലും കാലിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷ പ്രീണനം വാർത്തകളിലൂടെ
തങ്ങളുടെ കൂടെ നിൽക്കുന്ന സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരെ കൊണ്ടും വെള്ളാപ്പള്ളിയെ പോലുള്ള എന്താ പറയാ കൂടെ നിൽക്കുന്ന സഹയാത്രികരെ കൊണ്ടും മുസ്ലിം വിഭാഗത്തിനെതിരെ കടന്നാക്രമണം നടത്തിക്കൊണ്ട് അതേ അവസരത്തിൽ തന്നെ തങ്ങൾ എന്താ പറയാ മുസ്ലിം വിഭാഗത്തോടൊപ്പമാണ്, ന്യൂനപക്ഷ വിഭാഗത്തോടൊപ്പമാണ്, ഞങ്ങൾ ഈ ഹൈന്ദവ തീവ്ര മനസ്സുള്ള തീവ്ര ഹൈന്ദവ വിഭാഗത്തിന് എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വാർത്തകൾ പൊടിപ്പും തൊങ്ങലുമൊക്കെ ആയിട്ട് ഒഡീഷയിൽ പാസ്റ്ററെ ചാണകം തീറ്റിച്ച് ഹിന്ദു തീവ്രവാദികൾ ഒന്നാം പേര് തലക്കെട്ടാണ്, പശുക്കടത്ത് ആരോപിച്ച് യുവാവിനെ തീയിട്ട് കൊന്നു തുടങ്ങിയ വാർത്തകൾ ഒന്നാം പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കൈവിട്ട കളി CPM നടത്തുന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടും വേണം, ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടും വേണം, ഒക്കെ വേണം. പക്ഷേ അവസാനം എനിക്ക് തോന്നുന്നത് കക്ഷത്തിലുള്ളതും പോകും, ഉത്തരത്തിലുള്ളത് കിട്ടുകയുമില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് സംഭവങ്ങൾ പോകുന്നത്. ബാക്കി ഉള്ളിലുള്ള വാർത്തകളെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഏതായാലും ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്തകൾ. ബാക്കി വിവരങ്ങൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.